ഹലോ ഗൈസ്, അപ്പോൾ അമ്മ ഇന്ന് കറി വെക്കാൻ എടുത്ത കൂട്ടത്തിൽ ഒരയില ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മിക്സി ജാറാണ് എടുത്തിരിക്കണം. ഇനി ആ ജാറിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മസാല അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കറിവേപ്പില കേട്ടോ, ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാവേ. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ കയ്യിലുള്ള മീനിൻ്റെ അളവിനനുസരിച്ച്. അപ്പം ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ മീനൊന്ന് ഫ്രൈ ആയിട്ടൊക്കെ വരുമ്പോൾ ഒന്ന് മുരിഞ്ഞൊക്കെ വരാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് 1 സ്പൂണോ 1.5 സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും വറുത്ത മീനിനൊക്കെ കുരുമുളക് പൊടി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ മസാല ഒന്ന് നല്ലതുപോലെ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യാനുസരണം മുളക് പൊടി കേട്ടോ. ഇത് ഓൾറെഡി കാശ്മീരി സാധാ മുളകും കൂടി പൊടിപ്പിച്ചതായത് കൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഒരു പുളിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വിനീഗർ ശകലം ചേർത്ത് കൊടുക്കാവേ. ഇതിന് വേണമെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് എണ്ണയാണ്. ഇതൊന്ന് അരഞ്ഞൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം വെള്ളവും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ നമുക്ക്. അങ്ങനെ ഇനി നമുക്ക് മീനിലോട്ട് ഇതൊക്കെ പുരട്ടിയെടുക്കാവേ. ആദ്യം ഞാൻ സ്പൂണൊക്കെ കൊണ്ടുവന്ന് തേച്ചൊക്കെ നോക്കി കേട്ടോ, പക്ഷെ ശരിയായില്ല. നമ്മളെപ്പോഴും കൈ കൊണ്ട് തേക്കുന്നതിൻ്റെ അത്രയും വരില്ലല്ലോ. എനിക്ക് കൈ കൊണ്ട് തേക്കാനായിട്ട് കുട്ടീനെ എടുക്കേണ്ടതുകൊണ്ട് കൈ നല്ലപോലെ ഊതുമെന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ട് പുരട്ടാണ്ട് നോക്കിയത്. പക്ഷേ എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് പുരട്ടിയെടുത്തു കേട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെല്ലാം ഫ്രൈ ചെയ്യുന്നത് ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലാട്ടോ. അതിനൊരു പ്രത്യേക ഗുണമുണ്ടെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാനും അങ്ങനെ ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ അതിന് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തണ്ട് കൂടി അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നേരെ മീനെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ പൊടി ഇട്ടതുകൊണ്ട് ഏകദേശം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞതുപോലെ തോന്നും കേട്ടോ. എന്നാലും നമ്മൾ ഉള്ളിൽ നല്ലപോലെ വേവണമല്ലോ മീനിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം തീ കുറച്ചൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അലങ്കാര പണികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കേട്ടോ കൊടുത്തത്. അപ്പോൾ അമ്മ എന്തായാലും നല്ലതെന്ന് തന്നെ കേട്ടോ പറഞ്ഞത്. അങ്ങനെയാണല്ലോ നമ്മുടെ അമ്മമാർ ഒരിക്കലും നമ്മളെ താഴ്ത്തി കെട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ സൂപ്പറാന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ. ചെറിയ ചെറിയ പണികൾ ഇതുപോലെയൊക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. വലിയ പാചകക്കാരത്തി അല്ലെങ്കിൽ അത്യാവശ്യം പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഓക്കെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തോന്നിയാൽ മതിയെന്നേ, പിന്നെ വേറെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. നമ്മളുണ്ടാക്കുന്ന ഫുഡ് എപ്പോഴും നമുക്ക് ഗുഡ് തന്നെ ആണല്ലോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.